ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീറാജ് നോമ്പല്ലേ. അപ്പോൾ നോമ്പിന് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എണീച്ചാണ് കേട്ടോ. നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്താഴത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം രാവിലെ തന്നെ ഞാൻ പത്തിലൂടാനെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടൈം തീരെ ഇല്ല. അപ്പോൾ ഇല്ല സമയം കൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേഗം ഒന്ന് പത്തിലും ചുട്ട് കുറച്ച് ഈത്തപ്പഴം പൊരിച്ചത് എനക്കാണ് കേട്ടോ. അവർക്കൊന്നും അങ്ങനെ ചായ വേണമെന്നില്ല. പക്ഷെ ഞാനും ചായ കുടിക്കൽ കുറവാണ്. പക്ഷെ അത്താഴം ആയതുകൊണ്ട് ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചായ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി വെച്ച മമ്പയറിൻ്റെ കറിയും ഉണ്ടായിന്. അപ്പോൾ പത്തിലും ചുട്ടിട്ട് തിന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാത്രം ചായ കുടിക്കുന്നത്. അവർ മക്കളൊന്നും ചായ വേണ്ട പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഞാൻ അധികം ശീലാക്കിയിട്ട് ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ചായ അധികം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ശീലമൊന്നുമില്ല. അപ്പം വേണമെങ്കിൽ കുടിക്കും, ഓരോരോ ടൈം കുടിക്കൂല, അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ മക്കളും ഞാനും ഇക്കാവും എല്ലാവരും എണീച്ച് അത്താഴം കഴിക്കുന്നതാണ് കേട്ടോ. അവരെ പ്ലേറ്റിൽ തന്നെ ഞാൻ ഇട്ടിട്ട് തിന്നുന്നുണ്ടായിന്. അവരാദ്യം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. വയ്യാന്ന് ഞാനും ഇക്കാവും കഴിച്ചത്. അപ്പോൾ എൻ്റെ ചെറിയ മോൻ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഓന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവർ കഴിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഞാനിതാ ഈത്തപ്പഴം പൊരിച്ചത് തിന്നുന്നുണ്ട് കേട്ടോ. ഈത്തപ്പഴം പൊരിച്ച ആയിരിക്കും വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ എനിക്കൊരു തിന്നാനില്ല ഒരാഗ്രഹം കൊണ്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് പൊരിച്ചതാണ് കേട്ടോ. ചായക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈത്തപ്പഴം പൊരിച്ച്. അപ്പോൾ അത്താഴമെല്ലാം കഴിഞ്ഞ് ബാങ്കെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഊത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. എന്നിട്ട് പോയിട്ട് എല്ലാവർക്കും മക്കൾക്കെല്ലാം നോമ്പുണ്ടല്ലോ. ചെറിയ മോനിയായാലും ഇല്ലാത്തില്ലോ. അപ്പം ഓനി വേണ്ട പത്തിലാടെ കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് കടന്നിട്ടുണ്ടായി കേട്ടോ. കടന്നതിന് ശേഷം കുറേ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ദൂരെല്ലാം നിസ്കരിച്ച ശേഷം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായി. അടുക്കളയിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം എടുത്തു വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ തലേന്ന് എന്താ പറയുക രാവിലെ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. തലേന്ന് അങ്ങനെ പാത്രങ്ങൾ കുറച്ച് എടുത്തു വെക്കാനുണ്ടായിരുന്നു കേട്ടോ, തോർത്തിയിട്ടെല്ലാം. അപ്പോൾ വെള്ളമെല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് തുറച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രമാണ്. അപ്പോൾ ഗസ്റ്റ് ഉണ്ടായപ്പം അതെടുത്തിട്ട് കഴുകിയിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ, എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് എടുത്തു വെക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്തു വെക്കട്ടെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ല കേട്ടോ. നിങ്ങളെ കമൻറ്റ് എന്തെങ്കിലും ആയിട്ടൊന്ന് രേഖപ്പെടുത്തി അറിയിക്കണം കേട്ടോ. അപ്പം വീഡിയോ ഇടാനും എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ ഇങ്ങനെ കമൻറ്റും എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടം തോന്നൽ ഇങ്ങനെ വീഡിയോ എല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഇതേപോലെ നോമ്പ് കുറിക്കുമ്പോൾ മുട്ടയപ്പാക്കാൻ വിചാരിച്ചിട്ടാ. മുട്ടയപ്പാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പുവാന്ന് എന്ന് വെച്ചാൽ വയറെന്ന് പറയും. അപ്പോൾ മുട്ടയപ്പാക്കാൻ വിചാരിച്ചിട്ടാ. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പവും തന്നെയാണ് കേട്ടോ, മുട്ട പുഴുങ്ങിയിട്ടില്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പൂങ്ങാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് മുട്ട പൂങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ ചെറിയ മോൻ ഇങ്ങനെ ഇടയ്ക്കും ഇങ്ങനെ വന്നുകൊണ്ട് കളിച്ചുകൊണ്ടെല്ലാം ഉണ്ടായിന് കേട്ടോ. മോനിങ്ങനെ ഉമ്മ എനക്ക് നോമ്പുണ്ട്, എനക്ക് നോമ്പുണ്ട്, ഇത് തിന്നാൻ നോമ്പ് മുറിയോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരു സാധനം ഇങ്ങനെ വായിലിട്ടുകൊണ്ട് മുട്ടായി തിന്നാൻ നോമ്പ് മുറിയോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് നോമ്പ് മുറിയൂല, നിനക്കന്ന് നമ്മളെ ഞാൻ കാട്ടിയ നോമ്പില്ലത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ സാധനം ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാം ഓന് നോമ്പ് മുറിയോ, എനക്ക് നോമ്പില്ലേ ഇങ്ങനെ ഓനെന്നെ എനിക്ക് ഉറപ്പിക്കുന്നതായിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ രാത്രി വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞണ്ടും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ബിരിയാണി ഒക്കെ വിചാരിച്ചേട്ടോ, ഒരു തട്ടിക്കൂട്ടി ബിരിയാണി. അപ്പോൾ ചെമ്മീനും ഞണ്ടും ഒന്നിച്ചിട്ടിട്ട് മസാലയിൽ ഒന്നിച്ചിട്ടിട്ട് ബിരിയാണി ഒക്കെ വിചാരിച്ചേട്ടോ. എങ്ങനെയാന്ന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന കേട്ടോ, രണ്ടും ഒന്നിച്ച് മസാലയാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്നെല്ലാം നോക്കാൻ വിചാരിച്ചിട്ടാ. അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, പറഞ്ഞറിയിക്കാൻ കഴിയായിട്ട്. ഇനി ചെമ്മീനും ഞണ്ടെല്ലാം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം മുട്ടയപ്പത്തിന് വേണ്ട കുറച്ച് മസാലയും വേണം. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് മസാലയാക്കി എന്നിട്ട് ചെയ്യുന്നത്.
ഞണ്ടിൻ്റെയും മസാലയും പിന്നെ മുട്ടയപ്പത്തിൻ്റെ മസാലയും കൂടിയിട്ട് ഒന്നിച്ചാക്കി എന്നിട്ട് ചെയ്യുന്നത്. ഞാനിവിടെ പിന്നെ ഒരു 8 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് കുഞ്ഞ് സവാളയാണ് കേട്ടോ, വലിയതുമല്ല ചെറുതുമല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. രണ്ടിനും വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് എരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയ ശേഷം ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 10 മുട്ടക്കല്ല് ഉണ്ടല്ലോ, നമ്മൾ ഒരു 4 സവാള മീഡിയം സൈസിലുള്ള സവാള എടുത്താൽ മതി കേട്ടോ. 4 3 എടുത്താൽ മതി. അപ്പോൾ മുട്ടയപ്പത്തിന് വേണ്ട ഇതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. 10 മുട്ടക്ക് 3 സവാളയോ 4 മാക്സിമം 4 എണ്ണം മതിയാവും കേട്ടോ. അപ്പം ഇത് മസാല ഇത് ഞാൻ പിന്നെ ഒന്നിച്ച് വേഗം പണി തീരുമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും പിന്നെ കുരുമുളക് പൊടി അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം മസാലയൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ മുട്ടയപ്പത്തിനും അധികം മസാല വേണ്ട, പിന്നെ വെച്ചാൽ നമ്മളെ ഞണ്ടും ചെമ്മീനും വേണ്ടിയിട്ട് അധികം മസാലയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതാ ഞാൻ മുട്ടയപ്പത്തിന് ആ പച്ചമണം മാറിയതിന് ശേഷം ഇതാ ഞാൻ മുട്ടയപ്പത്തിന് വേണ്ട കുറച്ച് മസാല അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ തക്കാളി ഇടുന്നത്. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ മുട്ടയപ്പത്തിൻ്റെ കറക്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. മുട്ടയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ കാണാത്തവർ പിന്നെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമില്ലവർ ഒന്ന് പോയിട്ട് അത് കാണാം കേട്ടോ. അപ്പോൾ ഇത് ആ തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ അതൊന്ന് പിന്നെ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതാ കഴുകി വെച്ച ഞണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പച്ച ഞണ്ട് തന്നെ ഇടിയാന്ന് കേട്ടോ, വേണ്ട പൊരിക്കുകയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഈ മസാലയിൽ ഞണ്ടിൻ്റെ ടേസ്റ്റ് ഇറങ്ങൂല്ലോ കേട്ടോ. ആ ഞണ്ടിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പൊരിച്ചാലുണ്ടല്ലോ ആ ഞണ്ടിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടൂല. ആ ഉള്ളിലത്തെ ഇറച്ചിൻ്റെ ടേസ്റ്റോ ഞണ്ടിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ പൊരിച്ചാൽ. അപ്പോൾ ഞണ്ട് മസാലയിലാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ ഞണ്ട്, എന്നാലേ ആ ഒരു ഞണ്ടിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ചെമ്മീൻ പൊരിച്ചിട്ടിടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ചെമ്മീനും പൊരിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പെരക്കിയിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞണ്ട് എപ്പോൾ നമ്മൾ മസാലയാക്കുമ്പോൾ ഇതേപോലെ ഇടാൻ പാടുള്ളൂ. പൊരിച്ചിട്ട് ഇട്ടാൽ നമുക്ക് ആ മസാലക്കും ടേസ്റ്റ് കിട്ടൂല, ഞണ്ടിനും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഇട്ടാലും നല്ല മണവും ഉണ്ടാവും, ആ മസാലക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞണ്ട് വേവുന്നേരം മസാലയിൽ വേവുന്നേരം അതിൽ വെക്കാം കേട്ടോ. അതിലേക്ക് ഇതാ ഞാൻ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ആ മസാലയിലേക്ക് ആ ചെമ്മീൻ്റെയും ഞണ്ടിൻ്റെയും ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഇതാ നേരത്തെ മുട്ട പുഴുങ്ങിയിട്ട് അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ കത്തിയോട് 2ആയിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും നമ്മളെ മുട്ടയപ്പത്തിന് ഞാൻ പറഞ്ഞില്ല 4 സവാള എടുത്താൽ 4 സവാളക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ ഇത് മുട്ട 2ആയിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കാമ്പില്ലേ അത് അങ്ങോട്ട് വേറെ മാറ്റി വെക്കുക കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 2ആയിട്ട് കഷ്ണം കഴിച്ചാൽ നമ്മളെ മഞ്ഞക്കാമ്പ് ഇങ്ങനെ ഇളകി വരും കേട്ടോ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന്. അപ്പം അത് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ കാമ്പ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കൈയോടോ സ്പൂണോടോ എന്തിനോടായാലും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷമില്ല ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഉണ്ടല്ലോ നമ്മളെ സവാള കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ സവാള കുറഞ്ഞാലും ഈ ഒരു നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഈ മുട്ടയപ്പത്തിന്. എന്താ വെച്ചാൽ മസാല ഇങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പം എന്നിട്ട് ഈ പിന്നെ കാമ്പ് പോയ സ്ഥലത്തില്ലേ അതിലേക്ക് ഈ മസാല ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കാമ്പും മസാലയും മിക്സാക്കിയത് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എനിക്കുണ്ടല്ലോ എപ്പോൾ ഈ പിന്നെ ഇതിങ്ങനെ ഫുള്ളാക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നിലെപ്പോൾ തേയാണ്ട് കേട്ടോ, ഒന്നെപ്പം ബാക്കിയായിരിക്കും.
മസാല കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു കഷ്ണം മുട്ട എപ്പോൾ ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കുന്ന എല്ലാത്തിന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുക്കും. ആ നിറച്ച് വെച്ചെന്നെല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ആ ഒന്നിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ വരാൻ ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് എല്ലാത്തിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിലായിട്ട് ഇങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ച് എടുത്തോണ്ട് കറക്റ്റായിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് എല്ലാ മുട്ടയിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്താൽ അതിലേക്ക് ആയും ചെയ്യും കേട്ടോ. അപ്പോൾ അതവിടെ നിറച്ച് വെച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരിക്കാൻ വേണ്ടിയിട്ട് മാവെല്ലാം കുഴക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോഴേക്കും ഇതാ നമ്മളെ മസാലയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. വേറൊന്നും ഇട്ട് കൊടുക്കണ്ട. മല്ലിയിലയും കരിയാമ്പിലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്കുണ്ടല്ല അധികം മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഏത് കാര്യത്തിനുണ്ടല്ലോ നമ്മൾ അധികം മസാല ആഡ് ചെയ്താലുണ്ടല്ലോ ആ ടേസ്റ്റ് പോകട്ടെ. പ്രത്യേകിച്ച് മീനെല്ലാം നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ പിന്നെ ഈ രണ്ടെല്ലാം ഇങ്ങനെ മസാലയിലാക്കുമ്പോഴല്ല ഗരം മസാല ചിക്കൻ മസാല അങ്ങനെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്ര അറിയില്ല കേട്ടോ. മസാല ഇങ്ങനെ മുമ്പിട്ട് വെക്കും. ശരിക്കും നമ്മൾ ഞണ്ടിനെല്ലാം ശരിക്കും മസാല നമുക്ക് ഇടാതെ നിന്നിട്ട് ഞണ്ട് മസാലയാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞണ്ട് കറി വെക്കുന്നതിനായിക്കോട്ടെ നമുക്ക് പിന്നെ അതിന് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞണ്ടിന് എല്ലാം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ ടേസ്റ്റ് കളയാതിക്കാൻ വേണ്ടിയിട്ട് മസാല കഴിയുന്നതും നമുക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിലേക്ക് ഞാൻ അധികം മസാലയൊന്നും ഇടില്ലാന്ന്. അപ്പോൾ ഇതാ മുട്ടയപ്പത്തിന് ഓയിൽ വെച്ചിട്ട് മുട്ടയപ്പം ചുടുന്നുണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ നമ്മളെ പഴംപൊരിൻ്റെ എല്ലാം മാവില്ലേ അതേ ഒരു തിക്കിലാണ് കേട്ടോ വേണ്ട. സാധാരണ മൈദയിൽ കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തേക്കല്ല. പഴംപൊരിൻ്റെ ഇത് പറഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണ്ട. ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല പഴംപൊരിൻ്റെ തിക്കില്ലേ നമ്മൾ പഴമെല്ലാം പൊരിക്കുമ്പോൾ ആ മാവ് എത്രയാ പിന്നെ കട്ടി കൂടുതൽ എത്ര ലൂസ് എന്നില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കുഴക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് പിന്നെ നോക്കിയാൽ കിട്ടും. അപ്പോൾ കാണാത്തവർ വേണമെന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. പിന്നെ ഞാൻ ഇതാക്കുമ്പോൾ ഒന്ന് പറഞ്ഞതേ ഇല്ലൂ. അപ്പം ഇതാ പരിപ്പ് വട പരിപ്പിനെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പരിപ്പ് വടയും ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇങ്ങനെ വലിയ ഫ്രൈ സ്പൂൺ വെച്ചാൽ വലിയ കുണമുണ്ട് കേട്ടോ. ഒരുക്കുവന്നെ ഇട്ടിട്ടെല്ലാം പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയപ്പൂ ഞാൻ അങ്ങനെ ഒരു കൂട്ടിച്ച് പൊരിച്ചെടുത്തിട്ടുണ്ടായിന്. ഇനി ഇതാ പരിപ്പ് വടയും കൂടി ഒന്ന് പൊരിക്കട്ടെ കേട്ടോ. മുട്ടയപ്പം തന്നെ മതി അധികം പിന്നെ അപ്പമൊന്നും വേണ്ട. മുട്ടയപ്പം എൻ്റെ മക്കൾക്ക് ഉണ്ടല്ലോ മുട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് അതുതന്നെ മതിയാവും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പരിപ്പുണ്ടായതുകൊണ്ട് പരിപ്പ് പൊരിച്ച് പിന്നെ ഇതാക്കിയെന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ പരിപ്പിൻ്റെ ഒരു കഥയുണ്ടായിന് കേട്ടോ. എനിക്ക് പിന്നെ പരിപ്പ് ഞാനുണ്ടല്ലോ അളവിലെല്ലാം പിന്നെ കഴുകിയിട്ട് എല്ലാം വൃത്തിയിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ പരിപ്പ് എല്ലാം ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കലാന്ന് ഒരു പാത്രത്തിലായിട്ട്. അപ്പോൾ എൻ്റെ ചെറിയ മോനുണ്ടല്ലോ പരിപ്പ് ഞാനെന്തോ കറി വെച്ചിട്ട് അവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇവൻ എന്താക്കി പരിപ്പിൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് മൂടിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പരിപ്പ് പൊന്തി വന്നിട്ടുണ്ടായി. പിന്നെ ഞാൻ അറിയില്ല സംഭവം പരിപ്പിൻ്റെ ചുവന്ന പരിപ്പാന്ന് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായി. സംഭവം അപ്പം പരിപ്പുണ്ട് ഇങ്ങനെ മൂടുണ്ട് ലൂസായിട്ട് വന്നിട്ട് പരിപ്പ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. കളറെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്താണെന്ന് ഇപ്പോൾ പറ്റിയത്. നല്ല വൃത്തി അളവെല്ലാം കഴുകി പിന്നെ നല്ലോണം ഉണക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പരിപ്പിട്ടിന്. പിന്നെ എന്താണ് ഈ പരിപ്പിന് ഇങ്ങനെ സംഭവിച്ചിന്? പരിപ്പ് എന്തോ മോശം പരിപ്പായി പോയപ്പോൾ നല്ല ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടുണ്ടായിന് കേട്ടോ. എന്നാണ് സംഭവിച്ചെന്നൊരു ഇത് പിടി കിട്ടുന്നുണ്ടായിട്ടാ. ലാസ്റ്റാണ് എൻ്റെ മൂത്തമ്മ വന്നിട്ട് പറഞ്ഞത് ഇതേപോലെ വെള്ളം ഒഴിക്കുന്നുണ്ടായിട്ട് ഞാൻ കണ്ടിട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും വെള്ളം ഒഴിച്ചാൽ പിന്നെ പരിപ്പ് കുതിർന്നിട്ടുണ്ടായിന് കേട്ടോ. പരിപ്പ് കുതിർന്ന് അത് പിന്നെ ഞാൻ അധികം വെച്ചാൽ പോയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ട് അത് പിന്നെ പരിപ്പ് വടയാക്കിയാണ് കേട്ടോ. അങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കിയ കഥ കേട്ടോ എൻ്റെ. പിന്നെ എന്ന് വെച്ചാൽ ഇതാ നാരങ്ങ വെള്ളം ആക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം എങ്ങനെയായാലും നോമ്പിന് മസ്റ്റായിട്ടും വേണം കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം എൻ്റെ മോനും കൂടി സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം ആക്കിയിട്ട് കുറച്ച് ഇക്കാക്ക് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇക്കാക്ക് വേണ്ടത് വേറെ പാട്ടയിലേക്ക് മാറ്റി വെച്ച് നമുക്കെല്ലാം മധുരം തന്നെ വേണം. അപ്പം മധുരമിട്ട വെള്ളം വേറെ ഉപ്പിട്ട വെള്ളം വേറെ ഞാൻ മാറ്റി വെക്കുന്നുണ്ടായിന് കേട്ടോ. ഞാൻ ഇപ്പം മധുരമെല്ലാം ഉണ്ടല്ലോ കുറച്ച് ഉപയോഗം കുറച്ചിട്ടുണ്ടായിന് കേട്ടോ.
ഷുഗർ കട്ടോ എന്ന് വെച്ചാൽ ഷുഗർ കട്ട് തന്നെ, ഷുഗർ കട്ടല്ലേ എന്ന് വെച്ചാൽ ഷുഗർ കട്ടുമല്ല കേട്ടോ. അങ്ങനെ കുറച്ചായിട്ട് മധുരം ഉപയോഗിക്കുന്നതുണ്ടായിട്ടോട്ടെ, നല്ലോണം മധുരം ഉപയോഗിക്കുന്നുണ്ടായിട്ടാ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പിനെല്ലാം ഇപ്പം മധുരം തന്നെ ഉപയോഗിക്കണം. മധുരം നമ്മളെ നാരങ്ങ ഇല്ലാണ്ട് എന്തായാലും നമുക്ക് നോമ്പ് കുറിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നാരങ്ങ മധുരം കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കുണ്ടല്ലോ മുമ്പൊക്കെ നല്ല മധുരമാണ് കേട്ടോ. ചായ ആയിക്കോട്ടെ എന്തെങ്കിലും ജ്യൂസ് ആയിക്കോട്ടെ നല്ല മധുരത്തിലേ ഞാൻ കുടിക്കലുണ്ടായിട്ടോ. ഇപ്പം മാഷാ അല്ലാഹ് കുറച്ചിട്ടുണ്ട് കേട്ടോ മധുരം എല്ലാം. മുമ്പ് മധുരത്തിൻ്റെ അഡിക്റ്റാന്നിട്ടുണ്ടായി. ലഡു ആയിക്കോട്ടെ, ലഡു എല്ലാം ഭയങ്കര ഇഷ്ടമാന്നിട്ടുണ്ടായിന്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ മധുരം കുറക്കൽ. അപ്പോൾ നമ്മ എന്താ പറയുക, നമുക്ക് പറ്റൂലെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഒരിക്കലും ഇങ്ങനെ മധുരം കുറക്കാൻ കഴിയില്ലാന്ന്. പക്ഷെ എൻ്റെ മനസ്സിനെല്ലാം തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ഇല്ല ആവും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഒരു ചിന്ത വന്നപ്പോൾ ഉണ്ടല്ലോ, അത് തനിയെ കുറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ വലിയ ഓവർ മധുരമൊന്നും അങ്ങനെ വേണ്ട കേട്ടോ. അപ്പം വത്തക്ക ഉണ്ടല്ലോ മുറിക്കുമ്പോഴത്തേക്ക് വത്തക്ക ചോപ്പേ ഇല്ല കേട്ടോ. അപ്പോഴേ എൻ്റെ മൂഡ് പോയിട്ടുണ്ടായിന് കേട്ടോ. ഇതെന്ത് വെള്ളമാക്കിയോ വേണ്ട മുറിക്കോ വേണ്ട ഒന്ന് തിരിയുന്നുണ്ടായിട്ട് കേട്ടോ. എന്നിട്ട് മക്കൾ പറഞ്ഞ് വെള്ളം തന്നെ ആക്കിയ വെള്ളം നമ്മൾ കുടിച്ചോളും എന്ന് പറഞ്ഞു. പിന്നെ വെള്ളമാക്കിയാൽ വെള്ളം കുടിക്കുന്ന അത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് വത്തക്ക വെള്ളമാക്കിയിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് മുറിച്ചിട്ടും ഉണ്ടായിന്. വലിയ കാര്യമൊന്നുമില്ല, മുറിച്ച് വെച്ചാലും മധുരവും ഇല്ല കളറും ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥയായി പോയി കേട്ടോ വത്തക്ക. ഇപ്പം എൻ്റെ മോനാന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു എനിക്ക് നോക്കി വാങ്ങിച്ചൂടെ പറയുമ്പോൾ പറഞ്ഞ് എന്തായാലും വത്തക്കൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കാനൊന്നും എനിക്ക് കഴിയൂലല്ലോ. വത്തക്ക പുറത്ത് കാണുമ്പോൾ നല്ലതുപോലെ നല്ല ഇതുണ്ടായിന്. പിന്നെ വത്തക്ക മുറിച്ച് നോക്കാനൊന്നും എനിക്കാവില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതായിട്ടുണ്ടായിന്. അപ്പോൾ വത്തക്കയിൽ ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ പറഞ്ഞില്ല കളറില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ മൂടൊന്നും ഉണ്ടായിട്ട് ഈ വത്തക്ക വെള്ളമാക്കാൻ. അപ്പോൾ അത് ആടെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇനി ഇതുണ്ടല്ലോ പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഈത്തപ്പഴം, ബദാം, തേങ്ങ ഇതെല്ലാം കൂടിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴവും ബദാമും കൂടിയിട്ടുണ്ടല്ലോ നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച ശേഷമില്ല തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട്, തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തതില്ല, ഒരു വെള്ളം പോകാൻ വേണ്ടിയിട്ട് വറുത്തിട്ട് എല്ലാം കൂട്ടി മിക്സാക്കിയിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് ആക്കി വെച്ചതാണ് കേട്ടോ. ഇതുണ്ടല്ലോ പിന്നെ ദിവസവും ഒരു 2 ടീസ്പൂണോളം തിന്നാലുണ്ടല്ലോ നല്ലതാണ് കേട്ടോ. ബ്ലഡ് കൂടാനും നമ്മളെ ശരീരത്തിൽ ഒരു മരുന്ന് എന്നാണ് കേട്ടോ പറയുന്നത് ഇത്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ നോമ്പിന്. പിന്നെ എണ്ണ പലഹാരം മാത്രം തിന്നാൽ പോരല്ല, കുറച്ച് ഇങ്ങനെ ഹെൽത്തി ആയിട്ടില്ല തിന്നണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അത്യാവശ്യം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ 2 ഉപ്പില്ല പലഹാരമായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് മധുരം വേണ്ടതെന്ന് വിചാരിച്ചിട്ടും എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാ നോമ്പിന് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇനി ബാങ്ക് കൊടുക്കുകയേ വേണ്ട കേട്ടോ. പിന്നെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ചോറ് പിന്നെ ഒന്നും വേണ്ടല്ലോ, കുറച്ച് വൈകിട്ടാണ് കേട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ എല്ലാവരും റെഡിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയം വൈക്കെത്തിയതേലും ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എന്തായാലും എത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നോമ്പ് മുറിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് നോമ്പ് മുറിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ നോമ്പായതുകൊണ്ട് കുറച്ചൊരു ക്ഷീണം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്കായിക്കോട്ടെ അവർക്കും ആദ്യത്തെ കുറച്ച് നോമ്പെടുക്കുമ്പോൾ നമുക്ക് ആദ്യമല്ല കുറച്ച് ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെ നോമ്പ് കുറിച്ചിട്ടുണ്ടായിന്. അപ്പം ഇക്കാക്ക് വേണ്ട ഉപ്പിൻ്റെ വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് മെയിൻ നോമ്പിന് വേണ്ടത് നല്ലോണം വെള്ളമാണ് കേട്ടോ. വെള്ളം അത്യാവശ്യം നല്ലതുപോലെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നോമ്പിന് വെള്ളം അത്യാവശ്യം നല്ലതുപോലെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ മോൻ അവിടെ ഇരുന്നിട്ടുണ്ടായിന്. ഓനിങ്ങനെ പിന്നെ കഴിക്കൂല അങ്ങനെ നോമ്പല്ലേ എനിക്കും നോമ്പ് കുറിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നതാണ് കേട്ടോ. നേരത്തെ അപ്പോൾ പിന്നെ നമ്മൾ ചുടുമ്പോൾ ഓനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓനിക്കായിട്ട് ഞാൻ പിന്നെ വേറെ ഉച്ചക്ക് ചോറും കറിയോ അങ്ങനെ ഒന്നും ആക്കിയിട്ട് കേട്ടോ. പത്തിലുണ്ടായതുകൊണ്ട് പത്തിലൊന്നും പിന്നെ നേരത്തെ ഇതെല്ലാം ആക്കുമല്ലോ. അപ്പോൾ കഞ്ഞി ആക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്, ചക്കരക്കഞ്ഞി ആക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. അതപ്പോൾ പിന്നെ ആക്കിയിട്ടുണ്ടായിട്ട് കേട്ടോ. പിന്നെ ആക്കിയാൽ ഇവരാരും കഴിക്കൂല, പിന്നെ എനക്കായിട്ട് ആക്കണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് റമദാൻ ഒന്നിനാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോഴേക്കും നോമ്പ് മുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇക്കാൻ കൂടിയിട്ട് നോമ്പ് മുറിക്കാൻ ഇരുന്നിട്ടുണ്ടായിന്. അപ്പം ബാങ്ക് കൊടുത്ത് കുറച്ച് വൈകിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. അപ്പോൾ
അപ്പോൾ മീറാജ് നോമ്പിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം നോമ്പൂറി എങ്ങനെയെന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും ചെയ്യാൻ വന്നേക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബായ്.